ഭദ്രന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന മഞ്ജു മുരളി. അവതരണം സാലിം കരുളായി. എഡിറ്റിംഗ് SN ക്രിയേഷൻസ്. നന്ദയും ആദിയും ഭദ്രനെയും നിത്യയും കാണുന്നത് പോസ്റ്റ് ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ബുള്ളറ്റിന് സൗണ്ട് കേട്ടത്. ആദിയും നന്ദയും പുറത്തേക്ക് ഇറങ്ങി. ഭദ്രന്റെ ബുള്ളറ്റ് വന്നു നിന്നു. ഭദ്രന്റെ ബുള്ളറ്റിന് പിറകിലായി ഒരു ഓട്ടോയും ഭദ്രനും അവന്റെ ബുള്ളറ്റിലിരിക്കുന്ന പെൺകുട്ടിയും ഇറങ്ങി. അത് കണ്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ നിത്യയെയും ഭദ്രന്റെ കൂടെ വന്ന പെൺകുട്ടിയെയും നന്ദ ശ്രദ്ധിച്ചു നോക്കി. ആ പെൺകുട്ടി ഓടി വന്ന് ആദിയെ കെട്ടിപ്പിടിച്ചു. നന്ദ ഞെട്ടി നിന്നു. ഭദ്രന്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായി. എന്ത് വരവാ പൊന്നൂസേത്? ആദി ചോദിച്ചു. ആടാ അതന്നെ, ഞാനാദ്യം ഞെട്ടിപ്പോയി, ഭദ്രൻ പറഞ്ഞു. നിങ്ങൾക്കൊരു സർപ്രൈസ് തരാന്ന് കരുതി. ഭദ്രനെ കണ്ടപ്പോഴായിരുന്നു തല്ല് പിടിച്ചതൊക്കെ പറഞ്ഞത്, പൊന്നു പറഞ്ഞു. അതൊന്നുമില്ല മോളെ, അവന്മാർ ഇങ്ങോട്ട് വന്നതാ, ആദി പറഞ്ഞു. ഇതാരാ? പൊന്നു ചോദിച്ചു. ഇതിൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോളാ നിത്യശ്രീ, അതവളുടെ അമ്മായിയുടെ മോള് ശ്രീനന്ദ, ഭദ്രൻ പറഞ്ഞു. ഞാൻ പഞ്ചമി, ഇവരുടെ പെങ്ങള, പൊന്നൊന്ന് വിളിക്കും. ഞങ്ങൾ വരുമ്പോൾ നന്ദയും മാതേൻ്റെ ഇവിടെ ഒറ്റക്കായിരുന്നില്ലേ? പൊന്നു ഗൗരവത്തോടെ ചോദിച്ചു. അത് കേട്ട് ഭദ്രനും മാതിയും ചിരിച്ചു. പക്ഷേ നമ്മുടെ നിത്യക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല. അതേടി പൊന്നൂസേ, ഞാൻ പറഞ്ഞില്ലേ ഇവൾ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഇവരോട് പറഞ്ഞു ഇങ്ങോട്ട് പോരാൻ, ഭദ്രൻ പറഞ്ഞു. എന്ത് പണിയാ ഭദ്രട്ടെ കാണിച്ച്? എൻ്റെ ആദ്യൻ്റെ ചീത്തപ്പേരുണ്ടാക്കാൻ. പിന്നെ നിത്യയുടെ കാര്യം ഓക്കെ, എനിക്കറിയാം, വെറുതെ എൻ്റെ ശിവേൻ്റെ പിറകെ നടക്കരുത് കേട്ടോ, പൊന്നു നല്ല ഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ട് ഭദ്രനും ആദിയും ചിരിക്കവല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇതും കൂടി ആയപ്പോൾ നിത്യക്ക് പിടിച്ചു നിൽക്കാനായില്ല. കുറെ നേരമായില്ല ചിലക്കാൻ തുടങ്ങിയിട്ട്. നീ ആരടി? ഇങ്ങയുടെ പെങ്ങളല്ലേ, അല്ലാതെ ഭാര്യ ഒന്നല്ലല്ലോ. അവളുടെ ഒരു ശിവേട്ടൻ. നിത്യയുടെ ചീത്ത കേട്ട് ഭദ്രൻ ഞെട്ടി നോക്കി. നന്ദിയാണെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞു കൊടുക്കുന്ന എക്സ്പ്രഷനിലിട്ടു. ആദിയാണെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നെന്ന മട്ടില് പൊന്നുവിനെ നോക്കി. പൊന്നുവാണെങ്കിൽ വേണ്ട എന്ന മട്ടില്. എനിക്ക് ഭദ്രനെ ഇഷ്ടമാണ്. ഇപ്പം തൊട്ടോ ഇന്നലെ തൊട്ടോ ഒന്നുമല്ല, എൻ്റെ 10 വയസ്സ് മുതൽ, അതായത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ, അന്ന് മുതൽ ഇന്ന് വരെ പിറകെ നടക്കാൻ അറിയാമെങ്കിൽ ഇനി ഒരു ഉളുപ്പില്ലാതെ ഞാൻ ഇങ്ങനെ പിറകെ നടക്കും. നീ എന്നല്ല, ഭദ്രേട്ട പറഞ്ഞ പോലും കേൾക്കില്ല. നിത്യ പറഞ്ഞു നിർത്തി. ഒരുതരം വാശിയോടെയായിരുന്നു നിത്യ പറഞ്ഞു നിർത്തിയത്. 8 വർഷമായി അവൾ തന്നെ ഇഷ്ടപ്പെടുന്നു എന്നത് ഭദ്രനിൽ അത്ഭുതവും സന്തോഷവും ഒരുപോലെ നിറച്ചു. വിഷ്ണു വീട്ടിലേക്ക് വരുമ്പോൾ അജി പുറത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ കാറിൽ നിന്ന് ഇറങ്ങി അജിയുടെ അടുത്തേക്ക് നടന്നു. എന്താടാ, കിട്ടിയോ നിനക്ക് അവനെ? വിഷ്ണു പരിഹാസത്തോടെ ചോദിച്ചു. കണ്ടുപിടിക്കുന്നുണ്ട്, സാറ് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അജി പറഞ്ഞു. നിനക്ക് വല്ല ആവശ്യമുണ്ടോ? അവനെ ഒന്നും കിട്ടാൻ പോണില്ല, വിഷ്ണു പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം വിഷ്ണു, ഞാനൊരു പോലീസ് ഓഫീസറല്ലേ, അജി പറഞ്ഞു. കണ്ടുപിടിക്ക്, അവൻ്റെ ബോഡിയെങ്കിലും കിട്ടുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു പറഞ്ഞു. വിഷ്ണു, ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കും, ആജി അതും പറഞ്ഞുകൊണ്ട് പോയി. ആദ്യേട്ടാ, ഭദ്രേട്ടാ, ഞാൻ പോവാ. നിത്യയും നന്ദയും പൊന്നുവിനും നോക്കിയ ശേഷം പോയി. നന്ദ വന്ന ഓട്ടോയിൽ കയറി രണ്ടുപേരും പോയി. ഭദ്രനും പൊന്നും ആദ്യവും പരസ്പരം നോക്കി ചിരിച്ചു. നന്ദയെ അവളുടെ വീട്ടിലിറക്കിയിട്ട് നിത്യ ഹരിതന്ദ്രൻ തറവാട്ടിന് മുന്നിൽ ഓട്ടോ നിർത്തി. പോകുന്ന വഴി കോളേജിൽ കയറി ബാഗ് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. നീ ഇത് എവിടെയായിരുന്നു? ഉമ്മറത്തിരുന്ന് ശ്രീദേവി ചോദിച്ചു. അതോ, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, നിത്യ അതും പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്കിരുന്നു. അയ്യോ, ഇതെന്താ നിന്റെ കയ്യിൽ? ശ്രീദേവി ടെൻഷനായി ചോദിച്ചു. അതൊന്നുമില്ല, ചെറുതായൊന്ന് വീണതാ, നിത്യ പറഞ്ഞു. വാ കുളിക്ക്, അച്ഛൻ ഇപ്പോൾ വരും, ശ്രീദേവി പറഞ്ഞത് നിത്യ അകത്തേക്ക് കയറി. ശ്രീനന്ദ വരുന്നതും കാത്ത് ഹരിത ഉമ്മറത്തിരിപ്പുണ്ടായിരുന്നു. വീടിന്റെ ഗേറ്റ് കടന്നു വന്ന നന്ദ കണ്ടത് വീടിന് മുന്നിൽ കിടക്കുന്ന ബ്ലാക്ക് ഇന്നോവ കാറാണ്. അവൾ പൂച്ചത്തോട് വീടിന്റെ പടികൾ കയറി. നന്ദു, എവിടെയായിരുന്നു? ഹരിത ചോദിച്ചു. ഞാൻ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഇത് ശ്രീദേവിന്റെ കാറല്ലേ? വീടിന്റെ മുറ്റത്ത് കിടന്ന ഇന്നോവയിലേക്ക് നോക്കി നന്ദ ചോദിച്ചു. അതെ, അവൻ വന്നിട്ടുണ്ട്. നീ എന്താ അവൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്തേ? ഹരിത ചോദിച്ചു. ഓ, എനിക്ക് സൗകര്യമില്ല, അല്ല പിന്നെ എന്ന് പറഞ്ഞ് നന്ദ അകത്തേക്ക് പോയി. ഫ്ലൈറ്റ് ഇറങ്ങിയ നിരഞ്ജൻ കാറിന്റെ അടുത്തേക്ക് ചെന്നു. അവനെ കാത്തിരുന്ന പോലെ ഒരു കാറുണ്ടായിരുന്നു. നിരഞ്ജൻ സാർ, ഇവിടെ എന്താ? ഹരിത സാർ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സാറായിരിക്കുന്നു കരുതിയില്ല. ആ, ഞാൻ തന്നെയായിരുന്നു, നിരഞ്ജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ ലഗേജൊക്കെ കാറിലേക്ക് കയറ്റിയാൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു. നിരഞ്ജൻ ബാക്ക് സീറ്റിലേക്ക് ഇരുന്നു. കാർ എയർപോർട്ട് വിട്ട് പോയിക്കൊണ്ടിരുന്നു. കാറിന്റെ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് നിരഞ്ജനും. പഞ്ചമി, അവന്റെ ചുണ്ടുകൾ പുഞ്ചിരിയോടെ മുഴിഞ്ഞു. അവൾക്ക് വേണ്ടി മാത്രം ആ പുഞ്ചിരി അവന്റെ ചുണ്ടിൽ തങ്ങി നിന്നു. എന്നാൽ നിരഞ്ജൻ അറിഞ്ഞിരുന്നില്ല അവന്റെ മനസ്സിലെ ചോദ്യം കിട്ടാത്ത ചോദ്യങ്ങളിൽ ഒന്നിലെ ഉത്തരം അവന്റെ പഞ്ചമിയുടെ മരണമാണെന്ന്. രാത്രി കുറ്റിക്കാട്ടിൽ നിന്ന് വെള്ളമടിക്കുകയാണ് ഭദ്രനും ആദിയും. നീ എവിടെയാ പൊന്നുവിനെ കൊണ്ടാക്കി?
ആദ്യം ചോദിച്ചു. അവളെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി. അതെന്താ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയ പോരായിരുന്നു? ആദ്യം ചോദിച്ചു. എന്തിന്? അവൾ പെങ്കൊച്ചല്ലേ, ഒറ്റയ്ക്ക് പോവാനും വരാനും പഠിക്കണം. ഭദ്രം പറഞ്ഞു. സ്ഥിരം ഉപദേശം ഉണ്ടായിരുന്നു. ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴിച്ച് ചിരിയോടെ ആദ്യം ചോദിച്ചു. ഉണ്ടായിരുന്നു, ഇന്നിത്തിരി സ്പെഷ്യൽ ഉണ്ടായിരുന്നു. മദ്യ ഗ്ലാസ് എടുത്തുകൊണ്ട് ഭദ്രം പറഞ്ഞു. അതെന്താ സ്പെഷ്യല്? തല്ലുണ്ടാക്കിയത് നല്ലത്, സ്പെഷ്യലും ഉണ്ടോ? ആദ്യം ചോദിച്ചു. പെൺപിള്ളാരെ വീട്ടിലേക്ക് കൊണ്ടുവരരുത്, ചീത്തപ്പേരുണ്ടാവും എന്നൊക്കെയാ എന്നോസ് പറയുന്നേ. ഭദ്രം പറഞ്ഞു. അതെങ്ങനെ വേണ്ടാത്ത പെൺപിള്ളേരല്ലല്ലോ, നിന്റെ ബന്ധുവല്ലേ. ഒന്ന് നിന്റെ മാമൻ്റെ മോള്, മറ്റേത് മാമയുടെ മോള്. ആദ്യം പറഞ്ഞു. നന്ദഹരിതമായുടെ മോളാ, പാവക്കിയ. എന്നെ കുറേ വിളിച്ചു, ഞാൻ പോയില്ല. ഭദ്രം പറഞ്ഞു. അതൊക്കെ വിട്, നീ ഇതടിക്ക്, വീട്ടിൽ പോണ്ടേ? ആദ്യം ലാസ്റ്റ് പേക്ക് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വെള്ളം അടിച്ച് കഴിഞ്ഞു. ഇരുന്നേരത്തും എഴുന്നേറ്റ് മുണ്ടും മടക്കി കുത്തി തോളത്ത് കൈയിട്ട് ആദ്യം അതിൻ്റെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. വീടിൻ്റെ ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ രണ്ടും നിന്നു. ആദ്യം വീട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. നമ്മുടെ വീട്. ആദ്യം പറഞ്ഞു. ശരിയാണല്ലോ, ഇത് നമ്മുടെ വീടല്ലേ? ഭദ്രനും വീട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. വീടിന് നമ്മളെ കടന്ന് ഇങ്ങോട്ട് വന്നതാണോ? ആദ്യം അവന് നിഷ്കളങ്കമായ സംശയം ചോദിച്ചു. ശരിയാ, ഇത്രയും അടുത്ത് വന്നു നിൽക്കുന്നത് കണ്ടില്ലേ? എന്നായാലും വാ, വീടിത്ര കഷ്ടപ്പെട്ട് വന്നതല്ലേ, ഇവിടെ ഇരുന്നോട്ടെ. ഭദ്രനും അവന് നിഷ്കളങ്കമായ മറുപടി പറഞ്ഞുകൊണ്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. വീടിന്റെ പടിയുടെ അവിടെ എത്തിയപ്പോൾ 2 ബുള്ളറ്റ് ഇരിക്കുന്നത് കണ്ട് ഭദ്രൻ പറഞ്ഞു. എടാ, ഇവന്മാരോട് നീങ്ങിരിക്കാൻ പറ. ബുള്ളറ്റിനെ ചൂണ്ടി ഭദ്രൻ ആദിയോട് പറഞ്ഞു. മാറിയിരിക്കടാ, എന്റെ ഭദ്രൻ പറഞ്ഞ കേട്ടില്ലേ? ബുള്ളറ്റിനോട് ആദ്യം ദേഷ്യപ്പെട്ടു. നിങ്ങൾ ആദ്യം പറഞ്ഞാലും കേൾക്കില്ല, അല്ലടാ റാസ്കലെ. ഭദ്രൻ മുണ്ടും മടക്കി കുതി ദേഷ്യപ്പെട്ടു. ഭദ്രൻ നിലത്തുറക്കാത്ത കാലുയർത്തി ബുള്ളറ്റിനെ ചവിട്ടാൻ പോയതും ആദ്യം അവൻ്റെ കാലിൽ കയറി പിടിച്ചു. ദേഹം എടുക്കുന്ന 2 താഴെ. വേണ്ടടാ, ബുള്ളറ്റുകൾ ഇറങ്ങുമായിരിക്കും, ശല്യപ്പെടുത്തണ്ട. പതുക്കെ ആദ്യം പറഞ്ഞു. ആദ്യം പറഞ്ഞുകൊണ്ട് വെറുതെ വിടുന്നു എന്നും പറഞ്ഞ് ഭദ്രൻ വീണെടുത്ത് തന്നെ കിടന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ആദ്യം പിറ്റേ ദിവസം രാവിലെ നിത്യ എഴുന്നേറ്റ വഴിയെ നന്ദയെ വിളിച്ചു. 2-3 വട്ടം വിളിച്ചിട്ട് നന്ദ എടുത്തില്ല. നിത്യക്ക് ദേഷ്യം വന്നു. അവൾ ഒന്നുകൂടെ വിളിച്ചു. ആ വിളിയിൽ നന്ദ ഫോൺ എടുത്തു. ഹലോ, ശ്രീനന്ദ ആദിനാഥ് സ്പീക്കിംഗ്. നന്ദ ഉറക്കത്തിൽ പറഞ്ഞു. നിത്യ ഒരു ആട്ടായിരുന്നു. നന്ദയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. നന്ദ കാട്ടിൽ നിന്നും ഇറങ്ങാതെ കൈയെത്തിച്ച് ഫോണിന്റെ ചെവിയിൽ വെച്ചു. നിത്യമോളെ, നീയായിരുന്നോ? നന്ദ ചോദിച്ചു. അല്ലടി, നിന്റെ ആദ്യേട്ടൻ. നിത്യ പറഞ്ഞു. ആദ്യേട്ടനോ? അല്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ആദ്യമൊന്ന് പതരെങ്കിലും നന്ദ ചോദിച്ചു. അതെ, പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാ ഞാൻ കാളിലെന്ന് കരുതിയോ? പൂച്ചയോ? ആ പന്നി പൂച്ചയെ ഞാൻ കൊല്ലും. അപ്പുറത്തെ പിള്ളേർ ഡാങ് പൂച്ചയാ, പാല് കട്ടി കുടിക്കാൻ വന്നിരിക്കുക. നന്ദ ബെഡിന്ന് ചാടി എഴുന്നേറ്റു. രാവിലെ തന്നെ നന്ദയുടെ സംസാരം കേട്ട് നിത്യ തലയിൽ കൈവച്ചു. ഭദ്രനും ആദ്യം എഴുന്നേൽക്കുമ്പോൾ സിറ്റൗട്ടിലാണ് കിടന്നുറങ്ങുന്നത്. ഇത് പിന്നെ എന്നും പതിവായത് കൊണ്ട് 2 പേർക്കും ഒരു അത്ഭുതവും തോന്നിയില്ല. പിന്നെ എഴുന്നേറ്റ് 2 കുളിച്ച് വൃത്തിയായി ജോലിക്ക് പോകാൻ റെഡിയായി. ഭദ്രനൊരു കാവ്യം മുണ്ടും കടുംപറ്റ ഷർട്ടുമാണ് ഇട്ടിരുന്നത്. ആദ്യം കാവ്യമുണ്ടും ബ്ലാക്ക് ഷർട്ടുമാണ് ഇട്ടത്. എല്ലാം കഴിഞ്ഞ് വീടും പൊട്ടി 2 ബുള്ളറ്റ് എടുത്ത് സ്റ്റാൻഡിലേക്ക് വിട്ടു. സ്റ്റാൻഡിലെത്തി ബുള്ളറ്റ് സ്ഥിരം വെക്കുന്ന സ്ഥലത്ത് ബുള്ളറ്റ് വെച്ച് ചാവിട്ട് പൂട്ടി. 2 ആളും കൂടെ ചായക്കടയിലേക്ക് നടന്നു. ചേട്ടാ, 2 ചായ. ആദ്യം വിളിച്ചു പറഞ്ഞു. ആദി, ഇന്നലെ വന്നവന്മാർ ആരാന്നറിയോ? ഭദ്രൻ ആദിയോട് ചോദിച്ചു. ഇല്ലടാ, എനിക്ക് അറിഞ്ഞൂടാ. ആദ്യം പറഞ്ഞു. എന്തായാലും തല്ലുകൊണ്ടല്ലേ പോയത്, തിരിച്ചു വരാതിരിക്കില്ല. ഭദ്രൻ പറഞ്ഞു. അപ്പോഴാണ് 2 പോലീസുകാർ വന്നത്. ഈ ശിവനാഥ് ആദിനാഥ് എന്ന ആളുകൾ അറിയോ? ചായക്കടക്കാരനോട് പോലീസ് ചോദിച്ചു. അത് കേട്ട് ആദിയും ഭദ്രനും പരസ്പരം നോക്കി. ഞങ്ങളാണ്, ഭദ്രൻ പറഞ്ഞു. നിങ്ങളൊന്ന് പുറത്തേക്ക് വന്നേ, പോലീസുകാരൻ പറഞ്ഞു. ആദ്യം ഭദ്രനും പോലീസുകാരനോടൊപ്പം പുറത്തേക്ക് നടന്നു. ഞാൻ ആജി, കോട്ടയം ACP ആണ്. ആജി പറഞ്ഞു. ആദ്യം മൂളി. ഇന്നലെ മിസ്റ്റർ ആദിനാഥിനെതിരെ ആരും ഒരു കൊലപാതക ശ്രമം നടത്തിയില്ലേ? ആജി ചോദിച്ചു. ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ തിരിച്ചു പ്രതികരിച്ചു. ആദ്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലേ? ആജി ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ അടിച്ചാൽ തിരിച്ചു കൊടുത്തിരിക്കും. ആദ്യം പറഞ്ഞു. ഓക്കെ, ഞാൻ ശ്രീനന്ദിയുടെ അച്ഛൻ്റെ ചേച്ചിയുടെ മകനാണ്. അന്ന് നിങ്ങളുടെ കൂടെ നന്ദനുണ്ടായിരുന്നു, അവളാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഓക്കെ മിസ്റ്റർ ആദിനാഥ് എന്നും പറഞ്ഞുകൊണ്ട് അജി അവിടുന്ന് പോയി. ആദ്യക്ക് ദേഷ്യം വന്നു. അവൾ പോലീസ് കേസ് കൊടുത്തിരിക്കുന്നു, ഇങ്ങോട്ട് വരട്ടെ. ആദ്യ ദേഷ്യത്തിൽ പറഞ്ഞു. എടാ സാരല്ല, പേടിച്ചിട്ടുണ്ടാവും. ഭദ്രൻ പറഞ്ഞു.
ഇല്ലടാ, ആടി കഴിഞ്ഞപ്പോൾ എന്നോടൊരു വാക്ക് പോലും ചോദിച്ചില്ല. ആദ്യ ദേഷ്യം കൊണ്ട് വിറച്ചു. നിത്യയും നന്ദയും ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു വരുമായിരുന്നു. എടി നിത്യമോളെ, ഇന്നലെ ശ്രീദേവ് വന്നിരുന്നു, നന്ദ പറഞ്ഞു. അതിനെന്താ, വന്നോട്ടെ, എനിക്ക് ഇഷ്ടമല്ല അയാളെ. ഓ, നിനക്ക് പിന്നെ ആരെയാ ഇഷ്ടം? എടി നിത്യമോളെ, നമുക്ക് ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോയാൽ എങ്ങനെ ഉണ്ടാവും? നന്ദ ചോദിച്ചു. അതിന് ഞാൻ എൻ്റെ ഭദ്രേട്ടനെ കല്യാണം കഴിക്കും, പിന്നെ നീ ആരെ കേട്ടാനാ? നിത്യ ചോദിച്ചു. ഞാൻ ആദ്യേട്ടനെ. നന്ദ മുഴുവൻ പറയാതെ നിർത്തി. അപ്പം അത് തന്നെ, നിനക്ക് ആദ്യേട്ടനെ ഇഷ്ടമാണല്ലേ? നിത്യ ചോദിച്ചു. അതെ, നന്ദ പറഞ്ഞു. എന്നാ പിന്നെ നിനക്ക് പറഞ്ഞുകൂടെ ആദ്യേട്ടനോട്? നിത്യ ചോദിച്ചു. നിനക്ക് ബോധമല്ല നിത്യമോളെ, നീ അവിടെ ലൈഫ് കണ്ടില്ലേ? എന്ന് സിമ്പിളായിട്ടാ അവിടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. എല്ലാം ഓക്കെ അടി, പക്ഷേ ഇപ്പൊ പറഞ്ഞ കാര്യമായിട്ട് എന്താ ബന്ധം? നിത്യ ചോദിച്ചു. ഇന്നലെ കണ്ട ഒരാളോട് എനിക്ക് തോന്നിയ ഇഷ്ടം സത്യമാണ്, പക്ഷേ അത് തുറന്നു പറഞ്ഞ വിശ്വസിക്കില്ല ആദ്യേട്ടൻ, നന്ദ പറഞ്ഞു. അത് ശരിയാ, ഇവിടെ 8 വർഷമായി വന്നിട്ട് പിറകെ നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ എന്താ കാര്യം? എന്നെ കണ്ട ചെകുതാൻ കുരിശ് കണ്ട പോലെയാണ്. മുഖവും പൊറിപ്പിച്ച് നിത്യ പറഞ്ഞു. നന്ദ ചിരിച്ചു. അന്നേരം അവളുടെ മനസ്സിൽ തെളിഞ്ഞത് ആദിയുടെ മുഖമായിരുന്നു.